വയനാട്ടിൽ കാടും വന്യമൃഗങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും പക്ഷികളുടെ കേന്ദ്രങ്ങൾ കുറവാണ്. അവിടെ പനമരം പുഴയുടെ തീരം കൊറ്റികളുടെ കേന്ദ്രമാണ്. ദേശാടനക്കാരടക്കം നാനാതരത്തിലുള്ള കൊറ്റികളുടെ കേന്ദ്രമായതുകൊണ്ടാവണം ഈ സ്ഥലത്തിന് കൊറ്റില്ലം എന്ന് പേര് വന്നത്. വയനാടിന്റെ സമ്പത്താണ് പനമരം പുഴ. മത്സ്യസമ്പത്ത് കൊണ്ടും പരിസ്ഥിതി പ്രാധാന്യം കൊണ്ടും പനമരം പുഴയോരം ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. പനമരം പുഴയുടെ തീരം പക്ഷികൾക്കും പ്രിയപ്പെട്ടതാണ്, പ്രത്യേകിച്ചും കൊക്കുകളുടെ വർഗത്തിൽപ്പെട്ടവയ്ക്ക്. മൺസൂൺ കാലമായാൽ തൂവെള്ള നിറത്തിലുള്ള വിവിധ വർഗത്തിൽപ്പെട്ട ആയിരക്കണക്കിന് പക്ഷികൾ പനമരം പുഴയോരത്തെ മുളക്കൂട്ടത്തിലേക്ക് പറന്നെത്തും. ദേശാടന പക്ഷികൾക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ് ഇവിടം. മലബാറിലെ കൊറ്റില്ലങ്ങളിൽ വലിപ്പത്തിന്റെ കാര്യത്തിൽ 3ാം സ്ഥാനത്താണ് ഈ കൊറ്റില്ലം. വംശനാശ ഭീഷണി നേരിടുന്ന ചേരക്കൊക്കുകളുടെ പ്രധാന ആവാസ കേന്ദ്രം കൂടിയാണ് പനമരം കൊറ്റില്ലം. പനമരത്തെ കൂടാതെ വയനാട്ടിലെ കോട്ടത്തറയിലും വള്ളിയൂർക്കാവിലും കൊറ്റില്ലങ്ങളുണ്ട്. എന്നാൽ ഇവയിൽ വെച്ചൊക്കെ ഏറ്റവും പ്രാധാന്യമുള്ളത് പനമരം കൊറ്റില്ലത്തിനു തന്നെ. മലബാറിൽ ആകെ കാണുന്ന 12 ഇനം നീർപക്ഷികളിൽ 9 എണ്ണവും പനമരത്തുണ്ട്. അതുമാത്രം മതി പനമരത്തിന്റെ ജൈവ പ്രാധാന്യം മനസ്സിലാക്കാൻ. കൂടാതെ കാലിക്കൊക്കുകളുടെ കേരളത്തിലെ ഏക പ്രജനന കേന്ദ്രവുമാണ് പനമരം കൊറ്റില്ലം. ചായമുണ്ടി, പെരുമുണ്ടി, അരിവാൾക്കൊക്ക് എന്നീ ഇനങ്ങളുടെ മലബാറിലെ ഏക പ്രജനന കേന്ദ്രവും ഇവിടമാണ്. 10 ഇനത്തിൽപ്പെട്ട പക്ഷികൾ ഇതുവരെ അവിടെ കൂടുകൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചില വർഷങ്ങളിൽ ചിലതുണ്ടാവില്ല, ചില വർഷങ്ങളിൽ ഉണ്ടാവും, അങ്ങനെയായിരിക്കും. അതിൽ ഏറ്റവും കൂടുതലായിട്ട് കൂടുകൾ കാണുന്നത് മീഡിയൻ എഗ്രറ്റ് എന്ന് പറയുന്ന ഇടമുണ്ടി എന്ന് പറയുന്ന വർഗ്ഗത്തിൽപ്പെട്ട പക്ഷികളാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടുകൂട്ടുന്നതിൽ അരിവാൾ കൊക്കൻ എന്ന് പറഞ്ഞൊരു പക്ഷികളുണ്ട്, വൈറ്റ് ഐബിസ് എന്ന് പറയുന്നത്. ഓറിയൻ്റൽ വൈറ്റ് ഐബിസ് എന്നാണ് അതിൻ്റെ പേര്. ഈ പക്ഷികൾ ഏറ്റവും കൂടുതലായിട്ട് കൂടുകൂട്ടുന്നതായിട്ട് കേരളത്തിൽ കണ്ടിട്ടുള്ളത് പനമരത്തുള്ള ഈ കൊറ്റില്ലത്തിലാണ്. മാത്രമല്ല ഈ പക്ഷിക്ക് വേറൊരു പ്രത്യേകതയുള്ളത് IUCNൻ്റെ റെഡ് ലിസ്റ്റിൽ ത്രെറ്റൻഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു പക്ഷിയുമാണ്. ഇത്രയധികം ജൈവ ജീവൽ പ്രാധാന്യം അർഹിക്കുന്ന പ്രദേശമായിട്ടും ഇതിന്റെ സംരക്ഷണത്തിനായി ആരും ഒന്നും ചെയ്യുന്നില്ല. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ പ്രകൃതി തന്നെ ഒരുക്കിയ സംരക്ഷണത്തിലാണ് കൊറ്റില്ലത്തിന്റെ നിലനിൽപ്പ്. കൊറ്റില്ലത്തിലെ മുളകൾ കൂട്ടത്തോടെ പൂത്തു നശിച്ചതും പക്ഷിവേട്ടയും കൊറ്റില്ലത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ വർഷം അവിടുത്തെ കൂടുകളുടെ എണ്ണത്തിൽ ഒരുപാട് കുറവുണ്ടായിട്ടുണ്ട്. അവിടെ കൂടുകൂട്ടാനുള്ള സ്ഥലം ഇല്ലാതായി മാറി. മുളയില്ല, മറ്റു മരങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക, അതിൻ്റെ സൈഡെല്ലാം ഇടിഞ്ഞ് പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൊറ്റില്ല നിലനിൽപ്പിന് വലിയൊരു ഭീഷണിയിലാണ്. ഇങ്ങനെ പോകുന്നൊരു ഘട്ടത്തിൽ അടുത്ത വർഷം ഇവർ വരുന്ന സമയത്ത് അവിടെ കൂടുകൂട്ടാനിടം ഉണ്ടാകുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. ദേശാടന പക്ഷികളുടെയും ഇഷ്ടകേന്ദ്രമാണ് ഇവിടം. കണ്ണുകെട്ടി വിട്ടാൽ പോലും ദേശാടന പക്ഷികൾ പനമരത്തെത്തുമെന്ന ഒരു വായ്മൊഴി തന്നെയുണ്ട് വയനാട്ടിൽ. പ്രജനന കാലത്ത് മയിലിനെ പോലെ പീലിത്തൂവലുകൾ വളരുകയും പീലി വിടർത്തുകയും ചെയ്യുന്ന പെരുമുണ്ടിയും ചെറുമുണ്ടിയുമാണ് കാഴ്ചയിൽ ഏറ്റവും സുന്ദരികൾ.
പനമരം കൊറ്റില്ലത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഈ ജൈവസമ്പത്തിനെ പരിരക്ഷിക്കാൻ നടപടികളെടുത്തില്ലെങ്കിൽ ഈ കാഴ്ചകളും പരിസ്ഥിതിയും നമുക്ക് നഷ്ടമാകും എന്നേക്കുമായി. ഇവരെ തിരികെ എത്തിക്കാൻ പിന്നീടൊരിക്കലും നമുക്കാവുകയുമില്ല.